ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ, കോഴിക്കോട് പോയതിൻ്റെ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് SM സ്ട്രീറ്റിലേക്കാണ്. കോഴിക്കോട് പോയി കഴിഞ്ഞാൽ SM സ്ട്രീറ്റിൽ പോകാതെ എനിക്കൊരു സമാധാനമില്ല. അവിടെ പോയി എന്തെങ്കിലും ഒന്ന് മേടിച്ചില്ലെങ്കിൽ അങ്ങോട്ട് എന്തൊരു സമാധാനക്കേടാണ്. അങ്ങനെ നീണ്ട 2 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ SM സ്ട്രീറ്റിൽ പോണത്. 2 വർഷം മുന്നെയാണ് ആദ്യമായിട്ട് ഞാൻ SM സ്ട്രീറ്റിൽ വീട്ടിൽ നിന്ന് പോയപ്പം എന്തൊക്കെ മേടിക്കണമെന്ന് എനിക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് മേടിക്കണമെന്നുള്ള സംശയമായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ എന്തൊക്കെയോ ആദ്യക്കൂട്ടിന് പിന്നെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കണ്ടപ്പോഴത്തേക്ക് ആദ്യക്കൂട്ടിന് കൂളിംഗ് ഗ്ലാസ് മേടിക്കാൻ നമ്മളോട് വന്നു പോയി. നമ്മുടെ കിച്ചൂട്ടൻ പിന്നെ ഇതൊന്നും ചോദിച്ച് മേടിക്കാനുള്ള പ്രായമായിട്ടില്ല. കുറച്ചുകൂടെ കഴിയട്ടെ, അപ്പം പണി തുടങ്ങുള്ളൂ ഞങ്ങളുടെ റെസ്റ്റ്. അത് കഴിയുമ്പോഴാണ് ഞങ്ങളുടെ പണി തുടങ്ങാൻ പോണത്. പുറത്തിറങ്ങിയ എൻ്റെ കിച്ചൂട്ടൻ ആളൊരു പാവമാണ് കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ടിരുന്നോളും. പിന്നെ ഉറക്കം വരുമ്പം വിശപ്പൊന്നും ഇല്ലായിരിക്കണമെന്ന് മാത്രം. കോഴിക്കോട്ടെ ഒരു മെയിൻ ഐറ്റം ആണല്ലോ നമ്മുടെ ഹൽവ. പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം എപ്പോഴും കോഴിക്കോട് വഴിയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ വീട്ടിൽ പോകുന്ന സമയത്ത് എപ്പോഴും ഞാൻ ഈ ഹൽവ ഇവിടുന്ന് മേടിക്കും. ആദ്യക്കൂട്ടനെ ഒരു ഗ്ലാസ്സൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ മുന്നോട്ട് മന്ദം നടക്കാൻ തുടങ്ങി. എന്തൊക്കെ മേടിക്കണം എന്നുള്ള ആലോചനയായിരുന്നു ഞാൻ ഫുൾ ടൈം. ഇനി ഇവിടെയൊക്കെ പോകുമ്പം നമ്മൾ തന്നെ പോകുന്നതാണ് നല്ലത്. കുട്ടികളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മാറും. കാരണം നമ്മൾ ഫുള്ള് ഷോപ്പിങ്ങിൻ്റെ ആ ഒരു വൈബിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഫുള്ള് അതായിരിക്കും ഒരു മൈൻഡ് സെറ്റ്. പക്ഷെ കുഞ്ഞുങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കുകയും പിന്നെ അവരങ്ങോട്ട് വഴക്ക് തുടങ്ങും. പിന്നെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ അതോ ഗതിയിലാകും. അവർ വഴക്കുണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കിളി പോയി. പിന്നെ എവിടേക്കോ പോയി എന്തൊക്കെയോ വാങ്ങിച്ച് പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. അല്ലെങ്കിൽ പിന്നെയും പണി പാളുകയും. അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ കോഴിക്കോടൻ ബീച്ചിലേക്ക് അവിടെ ചെന്നപ്പോൾ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാൻ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. അവിടുന്ന് അങ്ങനെ ഞങ്ങൾ നടന്ന് ദേ ബീച്ചിലെത്തി. അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവധി ദിവസം കൂടിയാണല്ലോ. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് കുറേ ഫുഡ് കോർട്ട് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സ്പെഷ്യലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ ചെന്നപ്പോഴാണ് നമ്മുടെ കല്ലുമ്മക്കായ ഇരിക്കുന്നത് കണ്ടത്. ഞാൻ ഇതുവരെ സംഭവം ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാൻ ഓർത്തു. പിന്നെ നമ്മുടെ കാടമുട്ട റോസ്റ്റ് ചെയ്തതുപോലെ അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് കാടമുട്ട റോസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാടമുട്ട റോസ്റ്റ് ആണോ അതോ മസാലയാണോ എന്നറിയത്തില്ല. എന്താണേലും അടിപൊളി സംഭവമായിരുന്നു. അതിൻ്റെ തോടും കൂടെ ചേർത്ത് ഞാൻ കഴിച്ചോ എന്നൊരു സംശയം പോലെ മമ്മി പറഞ്ഞു. അതായിട്ട് എൻ്റെ മുഖം ഒരുമാതിരി വെച്ചത്. ഇല്ലില്ല, തോടൊന്നും കഴിച്ചില്ലായിരുന്നു. അതും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കല്ലുമ്മക്കായ ഞാൻ ഈ ഫുഡ് കഴിക്കുന്നതൊക്കെ വീഡിയോ എടുത്തപ്പോൾ ആദ്യക്കൂട്ടൻ അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും കഴിക്കുന്നത് കാണിച്ചേക്കെന്ന് പറഞ്ഞ് ആളും ബിസ്ക്കറ്റൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളല്ലേ, നമ്മളെന്ത് കാണിക്കുന്നുണ്ടല്ലോ അവരത് തിരിച്ച് കാണിക്കുമല്ലോ. അങ്ങനെ കാര്യമായിട്ട് ഇവിടെ നിന്ന് മുട്ടയൊക്കെ കഴിച്ചു. ഒരു പ്ലേറ്റ് മതിയായിട്ട് ഒരു പ്ലേറ്റും കൂടെ മേടിച്ച് കഴിച്ചു. അങ്ങനെ ചായ കുടിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങോട്ട് നല്ല തിരക്കായതുകൊണ്ട് പിന്നെ കടലിന് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ വേണ്ടി നിന്നില്ല. കിച്ചൂട്ടിനെ എന്നെ വിളിച്ചിട്ട് കിച്ചൂട്ടിന് എന്നെ ഒരു മൈൻഡും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലപോലെ ഉറക്കം വരാൻ തുടങ്ങിയായിരുന്നു. അപ്പം നമ്മൾ പോകാമെന്നൊരു പ്ലാനുമായിട്ട് ഇറങ്ങി മുന്നോട്ട് നടന്നപ്പോഴാണ് കുറേ ഐറ്റംസ് ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത്. അവരൊക്കെ ഇങ്ങനെ ഉപ്പിൽ കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ അതിലും കുറച്ച് ഐറ്റംസൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. ഇങ്ങനെ ഉപ്പിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കഴിക്കാതെ പോകുന്നത് അല്ലേ? അല്ലെങ്കിൽ ഉപ്പിലിട്ട സാധനമൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ എന്തേരം കിട്ടിയാലും തിന്നും കേട്ടോ. എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ പൈനാപ്പിളും. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സി യു, ലവ് യു ഗൈസ്, ടേക്ക് കെയർ.